ഉച്ചക്ക് ആംപ്ലേറ്റ്, ചോറ്, ഇപ്പേരി, അപ്പേരി ഒക്കെ. 4 മണിക്ക് ഒരു ചായ, ഒരു വട, അല്ലെങ്കിൽ പൈമ്പൊരി, ഒരു വട, അല്ലെങ്കിൽ ഒരു അട, ഒരു വട എന്നുള്ള അതിലൊക്കെ. രാത്രി ബീഫ് ഫ്രൈ, പൊറോട്ട. ഞായറാഴ്ച മാത്രം ബിരിയാണി. മച്ചാനത് പോരളിയ. നമ്മളെ സർക്കാർ പിണറായി വിജയന് പെർഫെക്റ്റ് ഓക്കെ. And it is and 2 and 10 and the cone and the back. അല്ല എന്താ പരിപാടി? ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുക. അതിനിപ്പോ എന്താ ധൈര്യമായിട്ട് പോവാ. കോവിഡ് കാലത്ത് അതെ, വയറലായ ആള് പറഞ്ഞില്ലല്ലേ ഞാൻ പറഞ്ഞ് 5 വർഷമായി. നിങ്ങൾ പറയണ ഞാൻ അറിയണ തന്നെ. അന്ന് സംഭവിച്ചു വെച്ചാൽ ഞാൻ അവിടുത്തെ ഒരു RRT ആയിരുന്നു. ചക്കനാടില്. അപ്പോൾ അതിൻ്റെ ഓട്ടോറിക്ഷ, വലിയൊരു ഓട്ടോറിക്ഷ ഉണ്ട്. അങ്ങനെ രോഗികളൊക്കെ ഞാൻ കൊണ്ടാക്കി. അങ്ങനെ ഇതേപോലെ എൻ്റെ ഒരു സ്നേഹിതനെ ഞാൻ തന്നെ കൊണ്ടുപോയിട്ടാണ് കോവിഡിൽ മാറിക്കോളല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഓനാച്ചാൽ ഒറ്റക്ക് റൂമിൽ ഇരുന്നിട്ട് പമ്പം പേടിയോ എനിക്ക്. എടാ ഞാനിങ്ങനെ ബേജാറാവാണ് അങ്ങനെ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞാണ് ഈ ബേജാറാവൊന്നും വേണ്ട, ഞാനും കോവിഡ് പിടിച്ചിട്ട് റൂമിലാണെന്നില്ല. അപ്പോൾ ഓൻ പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല, ഒരു വീഡിയോ ഇടുന്നു പറഞ്ഞു. അപ്പോൾ ഓനിക്കും വേണ്ടി ഞാൻ ചുമര വെച്ചിട്ടൊരു വീഡിയോ ഇട്ട് കൊടുത്താൽ അത് ധൈര്യം കൊടുക്കാനും വേണ്ടിയിട്ട്. ഒന്നുകൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പെർഫെക്റ്റ് ഓക്കെ. And it is and 2 and 10 and the cone and the back. ദിലീപിൽ അഭിനയിച്ച് ദിലീപിൻ്റെ വോയിസ് ഓഫ് സത്യനാഥിന്, പിന്നെ ബേസലിൻ്റെ കഠിന കടോരമി ഉണ്ടകട. കോഴിക്കോടത്തെ കഥയും കൂടിയായിരുന്നു. അതെ അത് ബേസലിൻ്റെ കമ്പനിക്കാരനായിട്ട് ഓട്ടോ ഡ്രൈവർ തന്നെയായിരുന്നു. ഞാനും ബേസിൽ മാസ്ക് വെക്കാൻ വേണ്ടി പോകുന്നത്. നല്ല രസമുള്ള പടമായിരുന്നു. കോവിഡ് കോവിഡ് പശ്ചാത്തലം ആൽബങ്ങളൊക്കെ ചെയ്തിരുന്നത്. അല്ല നീസൽക്ക, അവിടെ ശരിക്കും ബിരിയാണിയും ബീഫ് ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. ബീഫ് ഫ്രൈ മാത്രം ഒന്നുമില്ല, ബിരിയാണിയും ഇല്ല. അപ്പോൾ ക്വാറന്റൈനിൽ വന്ന ആൾക്കാരെ ചോദിച്ചല്ലടാ നമുക്ക് ബീഫ് ഫ്രൈയും പൊറോട്ട ഒന്നും കിട്ടിയില്ലല്ലോ. ഞാൻ ആകെ പൈസ കൊടുത്ത് വാങ്ങണം, അൽഫാം വരെ കിട്ടും. ശരിക്കും നിങ്ങൾക്കുള്ളിലും ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഇത് എന്താണ് സംഭവിക്കുന്നത്. സിമ്പിള്, നോ പ്രോബ്ലം. തട്ടിപ്പോവാൻ ചെന്നാലും തട്ടിപ്പോവാൻ. ആളുകൾക്ക് പോസിറ്റീവായ അനുഭവം. പിന്നെ കുറേ ആൾക്കാർ എന്നെ കുറേ വിളിച്ചിട്ട് പറഞ്ഞിട്ടോ വലിയൊരു സംഭവമാണ് കേട്ടോ ചെയ്ത് ചെയ്യുന്നുണ്ട്. നാട്ടുകാർക്ക് മാത്രമല്ല സർക്കാരിന് വരെ. പിന്നെ നമ്മളെ പിണറായി സർക്കാർ രണ്ടാമത്തെ ഭരണം കിട്ടാൻ കാരണം എന്നെ കൊണ്ടാണ്. വരും, സിനിമയിൽ തന്നെ ഉണ്ടാവും. 5 വർഷങ്ങൾക്കിപ്പുറവും നൈസൽ പെർഫെക്റ്റ് ഓക്കെയാണ്. ഒരു കാര്യമേ പുതുതലമുറയോട് നൈസലിന് പറയാനുള്ളൂ. കോവിഡ് എന്ന മഹാമാരിക്കാലത്ത് യുവാക്കൾ കാണിച്ച അത്ഭുതകരമായ പ്രവൃത്തി, അത്തരം സേവനങ്ങളാണ് നാടിന് വേണ്ടത്. ലഹരിയിൽ നിന്ന് പുതുതലമുറ വിട്ടുനിൽക്കണം. കണ്ണൈ കലൈമാനേ കണ്ണിൽ മണി என்று കണ്ണേ ഉனை നാനേ ആരിരാരോ ഓരാരിരോ ആരിരാരോ ഓരാരിരോ. മനോജ് പയ്യന്നൂരിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.